അപ്പം, ഇടിയപ്പം, പൊറോട്ട, ചപ്പാത്തി ഇതിൻ്റെ കൂടെ ഒക്കെ പോകാൻ നല്ല കോംബോ ആണ് കേട്ടോ ഈ ഫിഷ് മോളി. ഇപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയാലോ? ഞാനിവിടെ എടുത്തേക്കുന്ന 1/2 കിലോ വെളുത്ത ആവോലിയാണേ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ ഒരു അരമുറി നാരങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊരു 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കണേ. ആ സമയം കൊണ്ട് നമുക്ക് 2 ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നീളത്തിൽ അരിഞ്ഞ് വെക്കാമേ. എന്നിട്ട് ഈ മീനിനെയൊക്കെ ഉണ്ടല്ലോ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഈ മീൻ മറിച്ചിടുമ്പോണ്ടല്ലോ അത് പൊട്ടാതിരിക്കാൻ നോക്കണേ. എന്നിട്ട് അതേ എണ്ണയിൽ 4 ഗ്രാമ്പൂ, 4 ഏലക്ക, ഒരു കറുകപ്പട്ട ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ടുണ്ട്. ഈ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണേ. എന്നിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞളും 1 ടീസ്പൂൺ കുരുമുളകും ഇട്ടിട്ട് വഴറ്റിയിട്ടുള്ളത് ഈ മീനിനെ എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ട് 2ാം പാൽ ഒഴിക്കണം. എന്നിട്ട് ഇതേ തക്കാളി ഇങ്ങനെ കണ്ടിച്ച് മുറിച്ച് വെക്കണേ. ആവശ്യത്തിന് കറിവേപ്പിലയും പിന്നെ ഒരു അരമുറി നാരങ്ങ അല്ലെങ്കിൽ 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തേരെ. എന്നിട്ട് അവസാനം ഈ 1ാം പാൽ ഒഴിച്ചിട്ട് ഇച്ചിരി കുരുമുളക് പൊടിയും ഒക്കെ ഒന്നിട്ട് നമ്മളൊന്ന് കറക്കിയെടുക്കണം കേട്ടോ. ഇളക്കിയെടുക്കരുത്, മീൻ പൊട്ടിപ്പോവും. എന്നിട്ട് അടച്ചു വെച്ച് ഒന്ന് ചൂടാക്കുകയോ ചെയ്യാവോ. തിളപ്പിക്കാൻ പാടില്ല കേട്ടോ, പിരിഞ്ഞു പോവും. ഞാനിത് വെള്ളയപ്പത്തിൻ്റെ കൂടെ കേട്ടോ കൂട്ടിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളയപ്പോ, പൊറോട്ടയോ, ചപ്പാത്തിയോ, ഇടിയപ്പോ എന്തിൻ്റെ വേണമെങ്കിൽ കൂടെ കൂട്ടാം. വലിയ എരിവൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലോ പിള്ളേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഫിഷ് മോളി ഉണ്ടാക്കാൻ പറ്റിയ മീൻ ഈ വെള്ള ആവോലി, നെയ്മീൻ, പിന്നെ നമ്മൾ കരിമീനില്ലേ അതൊക്കെയാണ് കേട്ടോ. അല്ലാതെ വേറെ മീനുകൾ വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും ഒപ്പം വിമർശനങ്ങളും അറിയിക്കണേ.